ഇപ്പോൾ ഇവിടെ സമയം 5 മണിയായി. ഞാൻ ഈ എൻറ്റയർ ന്യൂസാപ്പനിയുടെ ആ ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരുന്ന ഒരു ദിവസമായത്. നമ്മൾ ഡയമണ്ട് ബീച്ചിൽ സൺറൈസ് കാണാൻ പോവാ. നമ്മൾ ഏറ്റവും മുകളിലെത്തി സൺറൈസിന് വെയിറ്റ് ചെയ്ത് നിൽക്കുക. കറക്റ്റ് ഗൂഗിളിൽ പറഞ്ഞാൽ 6 മണിയായിട്ട് ഇപ്പോൾ ആളൊക്കെ വന്നു തുടങ്ങി, ആൾക്കാരായി. സൺറൈസ് കാണാൻ പറ്റുന്നുണ്ട്. ആ സൈഡിൽ നിന്നാണ് സൺറൈസ്. അങ്ങനെ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്ത് നമ്മുടെ സൺറൈസ് വന്നു. ഞങ്ങളിവിടെ ആദ്യം വന്നു കഴിഞ്ഞപ്പോൾ നല്ല ഇരുട്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ സൺറൈസ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇത്രയും രസമായിരുന്നു ഈ ഓഷ്യൻ കാണാൻ എന്ന് നമുക്ക് തോന്നി. കാരണം നല്ല നീല കളറ്, ഒപ്പം ഈ വെള്ള സാൻഡും പിന്നെ നടുക്കുള്ള കുറേ ക്ലിഫുകളും. ഈ ക്ലിഫുകളൊക്കെ ഉള്ളതുകൊണ്ടെങ്ങാണ്ടാ അതിന് ഡയമണ്ട് പീസിന് പേര് വന്നത്. കാരണം എല്ലാത്തിനും ഒരു ഡയമണ്ട് ഷേപ്പാണ്. നല്ല ഗ്രീൻ ആൻഡ് വൈറ്റ് കളറാണ് ക്ലിപ്സിനൊക്കെ. അയ്യോ, പറയാൻ എനിക്ക് വേർഡ്സ് ഇല്ല. അത്ര ബ്യൂട്ടിഫുള്ളാണ്. ന്യൂസാപ്പനിയുടെ വന്ന ഡയമണ്ട് ബീച്ചിൽ വന്ന് സൺറൈസ് കാണാണ്ട് പോകരുത്. ഇവിടെ ഇരിക്കുന്ന പിക്ചേഴ്സ് ആണെങ്കിലും ഭയങ്കര രസമാണ്. നല്ല ലൈറ്റിങ്ങാണ്. ഈ മോളിൽ കാണുന്ന ഹട്ടിൽ നിന്നാണ് നമ്മൾ സൺറൈസ് കണ്ടത്. ഈ വഴിക്കൂടിയാണ് നമ്മൾ കയറി വന്നത് സൺറൈസ് കാണാൻ. രാത്രി നല്ല പാടായി വഴി വരാൻ. അത്ര സേഫ്റ്റി ഒന്നും അവർ എൻഷുർ ചെയ്യുന്നില്ല. പക്ഷെ വന്നു കഴിഞ്ഞാലുള്ള വ്യൂ നല്ല രസമാണ്. പിന്നെ നമ്മൾ പതുക്കെ ഈ ഡയമണ്ട് ബീച്ചിലോട്ടുള്ള ഇറങ്ങാനുള്ള ആക്സസ് നോക്കി നടക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ അവസാനം അത് കണ്ടുപിടിച്ചു. തുടക്കമൊക്കെ കണ്ടപ്പോൾ നമ്മൾ ഓർത്ത് ഭയങ്കര സേഫ് ആയിരിക്കും ഇറങ്ങാൻ, നല്ല ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന പോലെ തോന്നി ഈ സ്റ്റെപ്പൊക്കെ കണ്ടപ്പോൾ. അങ്ങോട്ട് അടുക്കുന്തോറുള്ള വ്യൂ നല്ല രസമായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ എത്താറായി, അതിൻ്റെ എൻഡിൽ എത്താറായി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കണ്ടത് സ്റ്റെപ്പുകളൊക്കെ പതുക്കെ തീർന്ന് പിന്നെ ഒരു പ്രത്യേക രീതിയിൽ നമ്മളൊരു കയറി തൂങ്ങി ഇറങ്ങുന്ന പോലെയായിരുന്നു. പക്ഷെ അത്രയും കഷ്ടപ്പെട്ട് അവിടെ ഇറങ്ങിയാലും നമുക്കങ്ങനെ ബീച്ചിലോട്ട് അങ്ങനെ ഇറങ്ങാനൊന്നും പറ്റില്ല. കാരണം ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള വേവ്സ് ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ ആ എൻഡ് വരെ പോയി അത് കണ്ട് തിരിച്ച് മുകളിലോട്ട് കയറി വരേണ്ടി വന്നു. പക്ഷെ ഇവിടെയൊക്കെ നിന്നിട്ടുള്ള ആ കാഴ്ച ഭയങ്കര രസമായിരുന്നു. നമ്മൾ ഇറങ്ങാനും കൂടി കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ള ആക്സസ് ഉണ്ടെങ്കിൽ അത് ഭയങ്കര രസമായിരിക്കും. നമ്മൾ തിരിച്ചു കയറി പോന്നു. കാരണം ഒരു ഗൈഡ് പറഞ്ഞു അവിടെ പോകുന്നത് ഭയങ്കര ഡേഞ്ചർ. ഇപ്പൊ നമ്മൾ കാണുന്ന ഇത് ഇന്ത്യൻ ഓഷനാണ്. ഗൈഡ് നമ്മളോട് പറഞ്ഞാൽ നമ്മുടെ റിസ്കിൽ വേണമെങ്കിൽ ഇറങ്ങാം, പക്ഷെ അവർ റെസ്പോൺസിബിൾ ആയിരിക്കില്ലെന്നാ. സോ അപ്പോൾ ആരും തന്നെ ഇറങ്ങിയില്ല. നമ്മളും അവിടെ നിന്ന് കുറേ നേരം വ്യൂ ഒക്കെ കണ്ട് നേരെ തിരിച്ചു കയറി. നമ്മള് നന്നായിട്ടും എടുത്തു. നല്ല കയറ്റായിരുന്നു. ഇനി നമുക്ക് കഴിക്കാൻ പോകാം. മോളത്തെ റെസ്റ്റോറൻറ്റ് ഇപ്പോഴും ഓപ്പൺ അല്ല. നമ്മൾ രാവിലെ സൺറൈസ് കാണാൻ വന്നപ്പോഴും ഈ റെസ്റ്റോറൻറ്റ് ക്ലോസ്ഡ് ആയിരുന്നു. ഇപ്പോഴും അതെ. എനിക്കറിയില്ല ഏത് സമയത്ത് അവർ തുറക്കണേന്ന്. എന്തായാലും ഫുഡ് കഴിക്കാന്നുള്ള പ്ലാൻ മാറ്റി നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് വിട്ടു. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ട്രീ ഹൗസിലോട്ടാണ്. ഇവിടെ എൻട്രൻസ് ഫീസ് വരുന്നത് 25K, 25K IDR. അപ്പോൾ രണ്ടാളാകുമ്പോൾ 50K. ഇവിടെ കുറേ വ്യൂ പോയിൻറ്റ്സ് ഒക്കെ ഉള്ള സ്ഥലമാണ്. അത്യാവശ്യം നന്നായിട്ട് നടക്കാനുണ്ട്. നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്ന ട്രീ ഹൗസും 1000 ഐലൻഡും ഒക്കെ ഉള്ളത് ഇവിടെയാണ്. ഇവിടെ പക്ഷേ ഫോട്ടോസ് എടുക്കണമെങ്കിൽ നമ്മൾ പേ ചെയ്യണം അവർക്ക്. പക്ഷെ നല്ല വ്യൂ ആണ് അവിടെ ഫോട്ടോസ് എടുക്കുന്നവിടത്തുള്ളത്. ഈ നടന്നു പോണ വഴി കുറേ ഫോട്ടോ ബൂത്തും സെക്ഷൻസൊക്കെ അവർ വെച്ചിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കണമെങ്കിൽ നമ്മൾ പേ ചെയ്യണം എക്സ്ട്രാ. പക്ഷെ അവിടെ നിന്നൊക്കെയുള്ള വ്യൂ നല്ല രസമാണ് കാണാൻ. എന്തായാലും നമ്മൾ കുറേ നടന്ന അവസാനം നമ്മൾ 1000 ഐലൻഡിലെത്തി. 1000 ഐലൻഡിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് നമ്മൾ നേരെ നടന്നത് ട്രീ ഹൗസിലോട്ടാണ്. അങ്ങോട്ട് നന്നായിട്ട് നടക്കാനുണ്ടായിരുന്നു. എല്ലാം ഇറക്കമായിരുന്നു. അതുകൊണ്ട് എളുപ്പത്തിൽ ഇറങ്ങാൻ പറ്റി. പക്ഷെ ഇത് മൊത്തം കയറുന്നതായിരിക്കും ടാസ്ക്. നമ്മൾ ഇത്രയും രാവിലെ വന്നിട്ടും ട്രീ ഹൗസിൻ്റെ അവിടെ നല്ല തിരക്കായിരുന്നു. നമുക്കവരൊരു ടോക്കൺ തരും. ആ ടോക്കൺ അനുസരിച്ചാണ് നമ്മളെ ഫോട്ടോ എടുക്കാൻ വേണ്ടി അവർ കയറ്റുന്നത്. ഞാൻ ചുമ്മാ എൻ്റെ ബാഗിൽ ഒരു ടോപ്പ് ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായത് എല്ലാവരും ഭയങ്കര റെഡി ആയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് വരുന്നത്. അതുകൊണ്ട് ഞാൻ ചുമ്മാ ഇട്ടേക്കുന്ന ഡ്രസ്സ് മാറ്റി എൻ്റെ കയ്യിലിരുന്ന് ആ ടോപ്പ് എടുത്തിട്ടു. അങ്ങനെ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ നിന്ന് ഇരുന്നിട്ടുള്ള വ്യൂവും അടിപൊളിയാണ്. നമുക്ക് ഫുൾ ഏരിയ നല്ല ടോപ്പിലിരുന്ന് കാണാമല്ലോ.
അങ്ങനെ നമ്മൾ ഫോട്ടോ ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി. നമുക്ക് അത്യാവശ്യം നന്നായിട്ട് സമയം കിട്ടി. ഞാൻ ഓർത്ത് പെട്ടെന്ന് എടുത്ത് ഇറങ്ങണം. പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള അത്രയും ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ ഫ്രണ്ടിൻ്റെ ഒപ്പം നിന്ന് നമ്മൾ ഫോട്ടോ എടുത്തു. സാധാരണ ട്രീ ഹൗസ് ഭയങ്കര ഇന്നോവേറ്റീവ് ആയിട്ട് ഭയങ്കര വ്യൂ ആണ് അതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ. നമ്മൾ ഈ കണ്ട എല്ലാ ബീച്ചും നമുക്ക് ഒന്നും കൂടി കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഈ ഡയമണ്ട് ബീച്ചും അട്ടു ബീച്ചും ഒക്കെ ഈ ഒരു ഇത് തന്നെയാണ്, ഈ ഒരു ഓഷൻ തന്നെയാണ്. പക്ഷെ ഇത് പല സ്ഥലത്തു നിന്നുള്ള വ്യൂ ആണ്. നമ്മൾ ആദ്യം സൺറൈസ് കണ്ടിടത്തു നിന്ന് കാണുന്ന വ്യൂ ഡയമണ്ട് ബീച്ച്, പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഈ കാണുന്നതൊക്കെയാണ് അട്ടു ബീച്ച്. ഇതെല്ലാം ഒരു ബീച്ച് ചുറ്റിപ്പറ്റി കിടക്കുന്ന. ആദ്യം ഫോട്ടോ എടുത്തത് 1000 ഐലൻഡ്. അവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ്. നമ്മൾ ഏറ്റവും ഇന്ത്യയിൽ പോയി ഇരുന്നിട്ട് ആ ഫോട്ടോ എടുക്കുന്നത് ഭയങ്കര രസമാണ്. തിരിച്ച് കയറുക, ഇറങ്ങി അത്ര എളുപ്പമായിരിക്കില്ല, കാരണം കുറേ സ്റ്റെപ്സ് ഉണ്ട്. പക്ഷെ ഈ റോപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് പിടിച്ച് കയറാം. ഇറങ്ങിയോലും എല്ലാം കയറ്റി കയറാൻ നല്ല പാടായിരുന്നു, നല്ല കുത്തനെയുള്ള കയറ്റായിരുന്നു. സോ അതൊക്കെ കഴിഞ്ഞ് മടുത്ത് നമ്മൾ ഫുഡ് കഴിക്കാനുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ വന്നു. നമ്മുടെ ഡ്രൈവർ തന്നെ കാണിച്ചു തന്ന റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ വന്നേക്കുന്നത്. നമ്മൾ ഇങ്ങനെ ട്രീ ഹൗസും 1000 ഐലൻഡും ഡയമണ്ട് ബീച്ചും അട്ടു ബീച്ചും നമ്മൾ ഇറങ്ങിയിട്ടില്ല. ഇറങ്ങാൻ പറ്റുമോ നമ്മൾ ഡ്രൈവറിനോട് ചോദിക്കുന്നുണ്ട്. അതും പക്ഷെ നമ്മൾ കണ്ടു. എനിവേസ് അതിൻ്റെ അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റ് നമ്മൾ ഫുഡ് കഴിക്കാൻ കിട്ടുന്നത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്നത്തെ. ശരിക്കും ഇന്ന് ഏർലി മോർണിംഗ് തന്നെ നമ്മുടെ ട്രിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് സൺറൈസ് വെച്ച് തുടങ്ങിയതുകൊണ്ട് ഭയങ്കര റിഫ്രഷ്ഡ് ആയിട്ട് തോന്നുന്നു. പിന്നെ പോയ സ്ഥലത്തൊന്നും വലിയ തിരക്കും ഇല്ലായിരുന്നു. ഇന്നലത്തെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു സ്ഥലത്ത് നമുക്ക് അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. ഒത്തിരി വെയിലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളത്ര ടയേർഡും ആയില്ല. സോ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന സൺറൈസ് കണ്ട് ഡയമണ്ട് ബീച്ച് ട്രിപ്പ് നടത്തുമ്പോൾ സൺറൈസ് വെച്ച് തുടങ്ങി കഴിഞ്ഞാൽ എല്ലാ സാധനത്തിലും നമ്മൾ എത്തുമ്പോൾ ലൈറ്റും ഉണ്ടാവും, പക്ഷെ നമ്മൾ ടയേർഡും ആവത്തില്ല, ക്രൗഡഡും അല്ലായിരിക്കും. നമ്മൾ ഓർഡർ ചെയ്ത ഫുഡിൽ ഒന്ന് പെസ്റ്റോ സ്പഗറ്റി, പിന്നെ വാനില ഷേക്കും പപ്പായ ജ്യൂസോ. ഞാൻ പപ്പായ ജ്യൂസ് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യണം. നമ്മളൊരു ഫുഡ് കൂടി പറഞ്ഞിട്ടുണ്ട്, ബാലനി ചിക്കൻ കറി. അതുവരെ വെയിറ്റ് ചെയ്യാം. പക്ഷെ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഭയങ്കര റിഫ്രഷിങ്, നല്ല തണുപ്പ്. നോക്കാം. അടിപൊളി ജ്യൂസിലുണ്ടോ, അടിപൊളിയായിട്ടുണ്ട്. നോക്കാം. നമുക്ക് അവിടെയൊക്കെ കിട്ടുന്ന സ്പഗറ്റി പക്ഷെ ഇച്ചിരി കൂടുതലായ പോലെ തോന്നി. നമുക്ക് ബാലനി ചിക്കൻ കറി കൊള്ളാം. എനിക്ക് ഇന്നത്തെ ഫിഷ് കറിയെ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞ് നേരെ സ്റ്റേയിലോട്ട് പോകാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ സ്റ്റേയിലോട്ട് പോകുന്ന വഴി ലുവോക്ക് കോഫി പ്ലാന്റേഷൻ എന്ന് പറഞ്ഞ ബാലിയിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ലുവോക്ക് എന്ന് പറഞ്ഞ ആനിമലിൻ്റെ പൂ വെച്ചുണ്ടാക്കുന്ന കോഫിയാണ് ഈ ലുവോക്ക് കോഫി. സോ അത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു സ്പോട്ടിൽ കയറി. അവിടെ ചെന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അവിടെ കോഫി മാത്രമല്ല വെറൈറ്റീസ് ഓഫ് ടീയും ഉണ്ട്. അങ്ങനെ നമ്മൾ കുറേ ടീയും കോഫിയും ഒക്കെ അവിടെ നിന്ന് ട്രൈ ചെയ്തു. വെറൈറ്റീസ് ഓഫ് ടീ ഇതെല്ലാം നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റും. അവക്കാഡോ, ഇത് മാംഗോ, പിന്നെ ഇത് മുരിങ്ങയുടെ ടീ. സോ നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ടീ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ വിത്തൗട്ട് ഷുഗർ ആട്ടോ പറഞ്ഞേക്കുന്നത്. നമ്മുടെ കോഫിയുടെ അതേ സ്മെല്ലാണ്. ഞാൻ പൊതുവെ ബ്ലാക്ക് കോഫി കുടിക്കുന്ന ആളാണ് വിത്തൗട്ട് ഷുഗർ. സോ ഇത് എനിക്ക് ഏറെക്കുറെ സെയിം ഒരു ടേസ്റ്റാണ് തോന്നുന്നത്. ഡിഫറൻസ് ഒന്നും തോന്നുന്നില്ല. എനിക്കിഷ്ടമാണ് ബ്ലാക്ക് കോഫി വിത്തൗട്ട് ഷുഗർ കുടിക്കുന്നത്. നമുക്കതെല്ലാം ഇത് ടേസ്റ്റ് നോക്കി. ഇതിലാണ് ഞാൻ എക്സൈറ്റഡ് കുറച്ചൊക്കെ. ഇത് നമ്മളവിടെ നിന്ന് ഓൾമോസ്റ്റ് എല്ലാ ടീയും തന്നെ ട്രൈ ചെയ്തു കേട്ടോ. ജിഞ്ചർ ടീ, കോക്കനട്ട് ടീ, വെനില ടീ, അങ്ങനെ കുറേ എണ്ണം. എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മാംഗോ ടീയാണ്. കാരണം നല്ല ചൂടായിരുന്നു, അപ്പോൾ അത് കുടിച്ചപ്പോൾ നല്ല സുഖവും തോന്നി. പിന്നെ ഒരു മാംഗോ ഷേക്ക് കുടിക്കുന്ന പോലെയാണ്, നല്ല മധുരമൊക്കെ ഇട്ട്. അതുകൊണ്ട് ടീന്ന് വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അതിനൊപ്പം തന്നെ ഹെർബ്സ് ഒക്കെ ഇട്ടിട്ടുള്ള ടീയും ഉണ്ടായിരുന്നു. ചൂടുവെള്ളത്തിൽ മുരിങ്ങയിലൊക്കെ ഇട്ട് ചൂടാക്കി അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ആയിട്ട് മൊത്തം നല്ല രസമായിരുന്നു. നല്ല മാംഗോ അത് ഞാൻ ഓർക്കുന്നുണ്ട്.
ഇത് ടീ ആണ്. ഓ അടിപൊളി. എനിക്ക് പൊതുവെ മാംഗോ ഭയങ്കര ഇഷ്ടമായി. ഇപ്പം അടിപൊളി സാധനമാണ്. കാരണം തനി മാംഗോ ഐസ്ക്രീം ഇതൊക്കെ തന്നെ ഐസ്ക്രീമിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ്. ഇവിടെ നമുക്ക് ഒരു സൊവിനിയേഴ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങണമെങ്കിലും വാങ്ങാം. കുഞ്ഞി മിനി തവികളും ഇതെല്ലാം ഇങ്ങനെ കുഞ്ഞു സാധനങ്ങൾ നല്ല രസമുണ്ട്. മുള വെച്ചുള്ളതാണ്. സോ നൈസ്. നമ്മളെ ടൂറൊക്കെ കഴിഞ്ഞ് അവിടുത്തെ സൺറൈസും പിന്നെ ട്രീ ഹൗസും 3 ബീച്ചസും നമ്മളിന്ന് കണ്ടു. സോ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ബാക്ക് ടു നമ്മുടെ ഹോട്ടലിലെത്തി. ഇപ്പോൾ ഒരു സമയം 10 മണിയായി. നല്ല ചൂടായി തുടങ്ങുന്നേ ഉള്ളൂ. സോ നമ്മുടെ പ്ലാൻ ഹോട്ടലിൽ ചെന്ന് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ഇവിടെ 1 മിനിറ്റ് വാക്കിംഗ് ഡിസ്റ്റൻസിൽ ഒരു ടെമ്പിൾ ഉണ്ട്. വലിയ ടെമ്പിളാന്നാ പറഞ്ഞത്. ടെമ്പിളിന്റെ പേര് ഗോവഗിരി ടെമ്പിൾ. 1 മിനിറ്റേ ഉള്ളൂ. സോ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മളിപ്പോ ഒരു ബൈക്ക് റെന്റിന് എടുത്തു. നമ്മുടെ ഇവിടെ ഹോട്ടലിന്റെ തന്നെ ആള് നമുക്ക് റെന്റിന് ഒരു ബൈക്ക് തന്നു. സോ നമുക്ക് എന്തായിരുന്നു ഗോവഗിരി ഹിൽ ടെമ്പിളിലോട്ട് സ്കൂട്ടറിന് പോവാം. ഇവിടുത്തെ റോഡൊക്കെ ഇച്ചിരി നാരോയാ. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നമ്മൾ ഗോവഗിരി ഹിൽ ടെമ്പിളില് എത്തി. നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുവാണ്. സ്കൂട്ടർ ആയതുകൊണ്ട് പാർക്കിംഗ് കണ്ടുപിടിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടൊന്നും വന്നില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ കയറുന്നതിന് നമ്മൾ സരോങ് എന്ന് പറഞ്ഞ ഒരു മുണ്ട് പോലത്തെ സാധനം ഉടുക്കണം. പക്ഷെ ഞാൻ ഓൾറെഡി ഒരു പാൻറ് ലോങ് ആയിട്ടേക്കുന്നത്. സോ എനിക്ക് തോന്നുന്നില്ല എനിക്ക് അതിൻ്റെ ആവശ്യമുണ്ടെന്ന്. നമുക്ക് ടെമ്പിളിൻ്റെ ഉള്ളിലെ ഫോട്ടോഗ്രാഫി അലൗഡ് ആണോന്നും അറിയില്ല. പോയി നോക്കാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ പാൻറ് ഇട്ടല്ല കയറാൻ പറ്റുന്നത്. സരോങ് തന്നെ ഇടണം. സോ കയറുന്നതിന് മുന്നേ നമ്മൾ 20K 2 പേർക്കായിട്ട് ഒരാൾക്ക് 10K വെച്ച് സരോങ് എന്ന് പറഞ്ഞ സാധനം നമ്മുടെ മുണ്ട് വരും. ഉടുപ്പിൻ്റെ രീതി വ്യത്യാസം. ഇതൊന്ന് ടൈറ്റൻ ചെയ്യാൻ വേണ്ടി ഈ കുഞ്ഞി സാധനം വെച്ച് ട്രൈ ചെയ്തു. ഇതവിടെ കാണുന്ന ഒരു കടയുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ പറയുന്നത്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. പിന്നെ ഈ കോസ്റ്റ്യൂം ഇടാൻ വേണ്ടി നമുക്ക് അറിയില്ലായിട്ടില്ല. സോ അവർ തന്നെ ഇത് ഇടിച്ചു തരും. നമ്മൾ മുണ്ട് കൊടുക്കുന്ന പോലെയാന്ന് ഓർത്താൽ ഞാൻ ആദ്യം പറഞ്ഞത്. പക്ഷേ അല്ല, ഇതൊരു പ്രത്യേക രീതിയിൽ ട്രൈ ചെയ്തായിരുന്നു. ഈ സ്റ്റെപ്പ് വരണം നമുക്ക് ടെമ്പിളിലോട്ട് പോകാം. നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി നമ്മുടെ പേരും എഴുതി പൈസ നേർച്ചയിട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് 2 കുപ്പി വെള്ളം അവർ തന്നു. എന്നിട്ട് താഴത്തോട്ട് ഇറങ്ങാൻ ഒരു കുഞ്ഞു ഹോള് പോലത്തെ ഒരു സ്ഥലവും കാണിച്ചു തന്നു കേട്ടോ. ഇതിൻ്റെ അടിയിലോട്ട് പോയി അറിയില്ല എന്താണ്. അമ്പലമാണ് തോന്നുന്നത് ഇതിൻ്റെ അടിയിൽ. ഫസ്റ്റ് എൻട്രൻസ് ലുക്കിൽ തോന്നുമ്പോൾ നമ്മൾ കയറി വരുന്ന സ്ഥലം ഭയങ്കര ഒരു സ്മോൾ ഹോളാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിലോട്ട് വന്നു കഴിയുമ്പോഴാണ് ഇത് ഭയങ്കര മാസീവായിട്ടുള്ള കേവാണ് നമുക്ക് മനസ്സിലാകുന്നത് കേട്ടോ. ഭയങ്കര സൂപ്പർ സ്പേഷ്യസും ഭയങ്കര പീസ്ഫുള്ളും അതിൻ്റെ ഉള്ളിൽ. ഒത്തിരി ശബ്ദവും അങ്ങനെയൊന്നുമില്ല. ആൾക്കാർ മെഡിറ്റേറ്റ് ചെയ്യാനും അങ്ങനെയൊക്കെയാണ് കൂടുതൽ അവിടെ വരുന്നത്. പിന്നെ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ അതിനെപ്പറ്റി സെർച്ച് ചെയ്തപ്പോൾ മനസ്സിലായത് ലൈം സ്റ്റോൺ വെച്ചാണ്. ഈ ലൈം സ്റ്റോൺ ഉണ്ടാകുന്നത് തന്നെ ഈ നാച്ചുറലായിട്ട് സെഡിമെൻസും പിന്നെ സീഷെൽസും ഈ മറൈൻ ലൈഫൊക്കെ ഇങ്ങനെ കംപ്രസ് ചെയ്തിട്ട് ഓവർ ഇയേഴ്സായിട്ട് ഫോം ചെയ്യുന്നതാണ് ഈ ലൈം സ്റ്റോൺ. ബാലിയല്ല, ന്യൂസാപ്പനയുടെ ഒരു കാലത്ത് കടലിൻ്റെ അടിയിലുണ്ടായിരുന്ന സ്ഥലമെന്നാണ് പറയുന്നത്. പിന്നീട് കാറ്റിൻ്റെയും അങ്ങനെയൊക്കെയുള്ള നാച്ചുറൽ ഫാക്ടേഴ്സ് കാരണം പിന്നീട് അത് ലാൻഡായി മാറിയതാണ്. സോ ഇവിടുത്തെ ആൾക്കാർ ആ കേവ്സൊക്കെ പ്രിസർവ് ചെയ്ത് അത് ഇങ്ങനത്തെ സ്പിരിച്വൽ സ്പേസ് ആക്കി മാറ്റിയേക്കുക. അങ്ങനെ ഒരു സ്പേസാണ് ഈ ഗോവഗിരി ഹിൽ ടെമ്പിൾ.
Ini kamera Anda. സെലിബ്രിറ്റി ആയോ? ഭയങ്കര നല്ല ആൾക്കാർ. അവർ നമ്മളെ പോലുള്ളവർ കുറവ് വരുന്നതുകൊണ്ടായിരിക്കും ഭയങ്കര ക്യൂരിയസ് ആയിട്ട് നമ്മുടെ ഒപ്പം ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ. നമ്മൾ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു അയ്യോ നാണമായിട്ട് എന്തായാലും നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് നമുക്ക് തിരിച്ച് താഴോട്ട് പോകാം. ഇതാണല്ലേ സെലിബ്രിറ്റി ലൈഫ് എന്ന് നമുക്ക് തോന്നുന്നൊരു സാധനമല്ലേ. അതെ, വല്ലാത്തൊരു ജീവിതം. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ബാലിയിലെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഗലീൻകോൻ ആൻഡ് ഗൊലീൻകോൻ എന്ന് പറഞ്ഞൊരു ഫെസ്റ്റിവൽ നടക്കുക. അതായത് ഈ ഫ്രൂട്ട്സും ഫ്ലവേഴ്സും വെജിറ്റബിൾസും ഒക്കെ അവരൊരു ടവർ ഷേപ്പിൽ തലയിൽ അറേഞ്ച് ചെയ്തിട്ട് അവരുടെ ദൈവത്തിന് കൊണ്ടേ പ്രസൻറ്റ് ചെയ്യും. അവരുദ്ദേശിക്കുന്നത് ഇത്രയും നാളെ ഇതൊക്കെ തന്ന ദൈവത്തിനൊരു നന്ദി സൂചകമായിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ കയറട്ടെ. നമ്മൾ പോകുന്നത് ഫ്രണ്ടിന് 2 ചാർജ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. സോ അതിന് പറ്റിയൊരു കട ഇവിടെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാ. ഏതെങ്കിലുമൊക്കെ ബാറ് കാണും, അങ്ങോട്ട് പോവാം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഒരു വെസ്റ്റേൺ സെറ്റ്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ വന്ന് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്ന 2 കോക്ടെയിൽസാണ്. നമ്മൾ പൊതുവെ കോക്ടെയിൽസ് അങ്ങനെ ട്രൈ ചെയ്യാറില്ല. സോ ഇത് രണ്ടും റം മിക്സ് ചെയ്തിട്ടുള്ള കോക്ടെയിലാണ്. എനിക്ക് ഈ ഗ്ലാസിൻ്റെ ഡിസൈൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ ഇവിടുന്ന് ഓർഡർ ചെയ്തത് ക്രാബ് അവക്കാഡോ സുഷിയും ഒക്ടോപ്പസും ആണ്. 9 hours കുക്ക് ചെയ്തെടുത്ത ഒക്ടോപ്പസ്. അടിപൊളി, ഇഷ്ടപ്പെട്ടു. ഡെക്കറേഷൻ ആണോ? അറിയില്ല. അപ്പാർട്ട് ഫ്രം ദാറ്റ് ബാക്കിയെല്ലാം കൂടെ മസ്റ്റാണ്. സോറി. ഇതിൻ്റെ ഒപ്പം ഒരു സോസും കൂടി ഉണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള കപ്പിലാട്ടോ അത് സെർവ് ചെയ്തേക്കണേ. വലിയ സുഷിയെ കൂടുതൽ ഇഷ്ടപ്പെട്ട. ഇത് നൈസാ. സോസ് എന്താ ടേസ്റ്റ് എന്ന് നോക്കട്ടെ കേട്ടോ. തോന്നുന്നു ഞാൻ ആദ്യം കഴിച്ചതിൻ്റെ തന്നെ ഒരു സോസ കുറച്ചൊരു ഡൈല്യൂട്ടഡ് വേർഷനാന്നേ ഉള്ളൂ. ബട്ട് സെയിം ഒരു കുത്തണ കയ്പ്പ് ഉള്ളൊരു. മേ ബി ഇതിൻ്റെ ഒപ്പം മിക്സ് ചെയ്യുമ്പോൾ നല്ലതായിരിക്കും. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ 2 ഡ്രിങ്കും പറഞ്ഞ് ഈ ബീച്ച് ക്ലബിൻ്റെ ഫ്രണ്ടിൽ ഒരു സീറ്റിംഗ് ഏരിയ ഉണ്ട്. ഈ ബീച്ച് ക്ലബിൻ്റെ പേര് കാക്ടസ് എന്നാട്ടോ. ഈ ബീച്ച് ക്ലബിൻ്റെ ഫ്രണ്ടിൽ ഒരു സീ വ്യൂ ഉള്ളത്. സോ അവിടെയുള്ള സീറ്റിംഗ് ഏരിയയിൽ ഇരുന്ന് കുറച്ച് ഡ്രിങ്ക്സ് ഒക്കെ എൻജോയ് ചെയ്യാൻ നേരം നമ്മളിപ്പോൾ അങ്ങോട്ട് നടക്കുക. അത്യാവശ്യം നൈറ്റ് ലൈഫ് കുറഞ്ഞ സ്ഥലമാണ് ന്യൂസാപ്പനയുടെ. പക്ഷെ ഇതുപോലെയുള്ള കുറച്ച് ക്ലബ്ബുകളും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അതിൽ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു ക്ലബ്ബാണ് ന്യൂസാപ്പനയുടെ കാക്ടസ്. ഇവിടെ ഇരുന്ന് അത്യാവശ്യം നന്നായിട്ട് ടാൻ ആയെന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോയാലൊന്ന് പ്ലാൻ ചെയ്തു. എന്തായാലും ഇപ്പോൾ പ്രത്യേകിച്ച് സ്റ്റേയിലോട്ട് പെട്ടെന്ന് പോയിട്ട് നമുക്കൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഇന്നത്തെ ദിവസം കുറച്ച് ബീച്ച് ക്ലബ്സും ബാറൊക്കെ ഹണ്ട് ചെയ്യാനാണ് നമ്മുടെ പ്ലാൻ. അങ്ങനെ അവിടെ ഇരുന്ന് നമ്മൾ ഇതിൻ്റെ അടുത്തുള്ള ബീച്ച് ക്ലബ്ബ് സെർച്ച് ചെയ്തപ്പോൾ ഒരു അടിപൊളി ബീച്ച് ക്ലബ്ബ് കണ്ടു. അതും ഇതുപോലെ തന്നെ ബീച്ച് ഫ്രണ്ട് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. നമ്മൾ അടുത്ത പോകുന്ന അങ്ങോട്ടാണ്. ബച്ചിൽ പെനീഡ എന്ന് പറഞ്ഞ ബീച്ച് ക്ലബ്ബിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഒരു സ്റ്റെപ്പൊക്കെ ഇറങ്ങി ചെന്ന് കഴിയുമ്പോൾ ഒരു ഇൻഫിനിറ്റി പൂളും അത് കഴിഞ്ഞ് നേരെ ഒരു ബീച്ച് വ്യൂ ഒക്കെ ആയിട്ടുള്ള ഒരു ബീച്ച് ക്ലബ്ബ്. ഭയങ്കര ചിൽ വൈബാണ്, പേര് പറയുന്ന പോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ. പക്ഷെ ഒടുക്കത്തെ കാറ്റാണ്.
നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്ന് ആദ്യം നമ്മൾ ഇരുന്ന ടേബിളിൽ നിന്ന് വേറൊരു ടേബിളോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ കഴിക്കേണ്ടി വന്നു. കാരണം അത്ര കാറ്റാണ്. പക്ഷേ ഈ ചൂടത്ത് ഈ കാറ്റ് വരുമ്പോൾ നല്ല രസമാണ് നമുക്ക്. അവിടെ നിന്ന് ഫിഷും പിന്നെ ഒരു പിങ്ക് ടാങ്ങും പറഞ്ഞ് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് നെക്സ്റ്റ് സ്ഥലത്തോട്ട് വിട്ടു. ഇതാണ് ബുംബും റെസ്റ്റോറൻറ്റ്. ബീച്ചിൻ്റെ തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റാണ്. നമുക്ക് ഒരു ബാൽക്കണി പോലെയോ ഒരു സൈഡിലൊരു കെട്ട് പോലും ഇല്ല, നേരെ ബീച്ചാണ്. അതുകൊണ്ട് നല്ല വ്യൂ ആയിരുന്നു. സൺസെറ്റ് ആവാറാവുന്ന ടൈം ആയിട്ടുള്ളൂ. നമ്മുടെ ഫസ്റ്റ് പ്ലാൻ ഇവിടെ ഇരുന്ന് സൺസെറ്റ് കാണാമെന്നായിരുന്നു. പിന്നെ നമ്മളത് മാറ്റി നമ്മൾ വേറൊരു സ്ഥലം കണ്ടുപിടിച്ചു. എനിവേയ്സ് ഇവിടുന്ന് നമ്മൾ 2 കോക്ടെയിലും പറഞ്ഞു. പിന്നെ നമ്മൾ കഴിക്കാൻ വേണ്ടി ഒരു സീ ഫുഡ് പ്ലാറ്ററും പറഞ്ഞു. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ ഫുഡിന്. നമ്മൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് പിന്നെ നമ്മുടെ സൺസെറ്റ് സ്പോട്ടിലോട്ട് വിട്ടു. ഇതാണ് ഞാൻ പറഞ്ഞ സൺസെറ്റ് സ്പോട്ട്. നമ്മളൊരു സൺസെറ്റിന് ഹാഫ് ആൻ അവർ മുന്നേ വന്ന് ഇവിടെ ഇപ്പോൾ 2 ബിങ് ടാങ് ഒക്കെ പറഞ്ഞ് സൺസെറ്റിന് വെയിറ്റ് ചെയ്യുക കേട്ടോ. ഇവിടെ നിന്നുള്ള വ്യൂ നേരെ സീയിലോട്ടുള്ള വ്യൂ ആണ്. അതുകൊണ്ട് സൺസെറ്റ് വരുമ്പോൾ കാണാൻ നല്ല രസമാണ്. നമ്മളങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്ത് സൺസെറ്റൊക്കെ വന്നു. പക്ഷെ സമയമായപ്പോൾ നമ്മൾ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കാൻ മറന്നുപോയി. പക്ഷെ അവിടെ നിന്നുള്ള വ്യൂ നല്ല രസമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡിനായിട്ട് ഫ്രൈഡ് റൈസും ചിക്കൻ സാറ്റയും പിന്നെ പോർക്ക് ബെല്ലിയും അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു സീ ഫുഡ് പ്ലാറ്ററും പറഞ്ഞു. ഇത്രയൊക്കെ ഫുഡ് കഴിച്ചപ്പോഴത്തേക്കും നമ്മുടെ വയറ് നന്നായിട്ട് നിറഞ്ഞു. കാരണം അത്യാവശ്യം നന്നായിട്ട് ഓർഡർ ചെയ്തായിരുന്നു. കാരണം നമ്മൾ ഡിന്നറാട്ടോ. ഇത് കഴിഞ്ഞ് നമ്മൾ വേറെ കടയിലൊന്നും പോകുന്നില്ല, നേരെ സ്റ്റേയിലോട്ട് വിടുക. നമ്മുടെ സ്റ്റേയിലോട്ട് പോകുന്ന വഴിയാണ് ഇത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര നൈറ്റ് ലൈഫ് കുറഞ്ഞ സ്ഥലമാണ് ന്യൂസാപ്പനയുടെ. അതുകൊണ്ട് വലിയ ആളും ബഹളവും ഒന്നും നമുക്ക് വഴിയിലൊന്നും കാണാനില്ല. അതുകൊണ്ട് നമ്മൾ നേരെ സ്റ്റേയിലോട്ട് വിട്ടു. ഇനി നമ്മൾ നാളെ രാവിലെ നേരെ ഇവിടുന്ന് ബാലിക്ക് ഫെയർ കയറാൻ പോവുക.